വെൽക്കം ബാക്ക് ടു എൻ ചാനൽ ലേണിംഗ് ഇറ്റ്സ് മീ ബനാസർ ഖാലിദ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ LGSന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം 10th ലെവൽ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് കുറേ ഇന്ന് മുതൽ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയാണെങ്കിൽ തന്നെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ കുറേ ഫാക്ട്സ് ക്ലിയർ ആവും. ആ ഫാക്ട്സ് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്രയും എഫേർട്ട് എടുത്ത് പഠിക്കുമ്പോൾ പിന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും കൂടെ കവർ ചെയ്താൽ മാക്സും നിങ്ങൾക്ക് അറിയാവുന്ന ഒരുവിധം ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് വന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തന്നത് മൗലിക അവകാശങ്ങളെ കുറിച്ചാണ്. ഇന്നത്തെ ക്ലാസ്സിന് അതിന്റെ റിമൈനിങ് പോർഷൻസ് നോക്കാം. അപ്പൊ എന്താ നമ്മൾ മനസ്സിലാക്കിയത്? വിദ്യാഭ്യാസ സാംസ്കാരം ബന്ധിപ്പിക്കുന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെന്റർ ഫോർ കൾച്ചർ ആൻഡ് റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിന്റെ ആസ്ഥാനം ന്യൂഡൽഹി ആണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ എന്താണ്? വിദ്യാഭ്യാസ സംസ്കാരം ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിക്കുന്നത്. ഏത് സ്ഥാപനം? സെന്റർ ഫോർ കൾച്ചർ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് രൂപീകരിക്കുന്നത്. അപ്പൊ സെന്റർ ഫോർ കൾച്ചർ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് രൂപീകരിക്കുന്നത് കേന്ദ്ര സാംസ്കാരിക വകുപ്പാണ്. 1979 രൂപീകരിക്കുന്നത്. വിദ്യാഭ്യാസ സംസ്കാരം ബന്ധിപ്പിക്കാനുള്ള ലക്ഷ്യം. ഇനി അതിന്റെ ആസ്ഥാനം സെന്റർ ഫോർ കൾച്ചർ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിന്റെ ആസ്ഥാനം ന്യൂഡൽഹി ആണെന്ന് കൂടെ ഓർത്തു വെക്കുക. ഇനി പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം 1986. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം വന്ന വർഷം എന്നാണ് 1986. അപ്പം ഈ പറയുന്ന ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് VP മേനോൻ, അതുപോലെ തന്നെ ഇരിപ്പുരുക്ക് ശാലകള്, പിന്നെ എന്താണ് സെന്റർ ഫോർ കൾച്ചർ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്, അതുപോലെ 1986 ദേശീയ വിദ്യാഭ്യാസ നയം, ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം 10ാം ക്ലാസ്സിൽ സ്വതന്ത്ര ഇന്ത്യ എന്ന പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചുള്ള ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. അപ്പൊ ക്ലാസ് കണ്ട് മനസ്സിലാക്കുക. അടുത്തത്, രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കുന്ന ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? രാഷ്ട്ര പുരോഗതി വിദ്യാഭ്യാസ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 10+2+3 മാതൃക വിദ്യാഭ്യാസം നടപ്പിലാക്കുന്ന ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷനാണ് ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. ഡോക്ടർ DS കോത്താരി കമ്മീഷൻ ഇതും ഏത് പാഠഭാഗത്തിലുണ്ട്? സ്വതന്ത്ര ഇന്ത്യ എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ പാഠഭാഗത്തിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കണ്ട് മനസ്സിലാക്കുക. ലോക ഫുട്ബോൾ ദിനം എന്നാണ്? മെയ് 25 ലോക ഫുട്ബോൾ ദിനമായിട്ട് അറിയപ്പെടുന്നത്. ലോക ഫുട്ബോൾ ദിനമായിട്ട് അറിയപ്പെടുന്നത് മെയ് 25. 2024 OMB സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? 2024 OMB സാഹിത്യ പുരസ്കാര ജേതാവ് പ്രതിഭ റായിയാണ് 2024 OMB സാഹിത്യ പുരസ്കാര ജേതാവ്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളെ തെറ്റ് ഏതാണെന്ന് ചോദ്യം. ഇന്ത്യയിലെ ഭൂമിശാസ്ത്ര വിവരങ്ങൾ തെറ്റ് എന്നുള്ളത് ബിയും ഡി ആണ്. അപ്പോൾ ശരിയായ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങൾ അക്ഷാംശ സ്ഥാനം 8°4' വടക്ക് മുതൽ 37°6' വടക്ക് വരെ എന്നുള്ളതാണ്. 8°4' വടക്ക് മുതൽ 37°6' വടക്ക് വരെ എന്നുള്ളത് ശരിയാണ്. അതുപോലെ തന്നെ രേഖാംശ സ്ഥാനം 68°7 കിഴക്ക് മുതൽ 97°25 കിഴക്ക് വരെ എന്നുള്ളത് ശരിയായ ഉത്തരമാണ്. ഈ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ്? സിയാറ്റിൻ യുദ്ധഭൂമിയാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങളിൽ തെറ്റ് ഏതാണെന്നാണ് ചോദ്യം. ഇത് തെറ്റായ ഉത്തരം കിഴക്ക് ഭൂട്ടാൻ എന്നുള്ളതാണ്. അപ്പൊ ശരിയായത് ഏതൊക്കെയാണ്? പാകിസ്ഥാൻ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്താണ്, നേപ്പാൾ സ്ഥിതി ഇന്ത്യയുടെ വടക്ക് ഭാഗത്തും, ഭൂട്ടാൻ സ്ഥിതി ചെയ്യുന്ന തെക്ക് കിഴക്ക് ഭാഗത്താണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പാകിസ്ഥാൻ, വടക്ക് ഭാഗത്ത് നേപ്പാൾ, തെക്ക് കിഴക്ക് ഭാഗത്ത് ഭൂട്ടാൻ. അടുത്ത ചോദ്യം, അപ്പൊ നമ്മൾ പറഞ്ഞതാണ് ഇന്ത്യയിലെ അതിർത്തി രാജ്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പാകിസ്ഥാനാണ്, വടക്ക് ഭാഗത്ത് നേപ്പാളും, തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഭൂട്ടാനും സ്ഥിതി ചെയ്യുന്നു. അതുപോലെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് മ്യാൻമാറും ബംഗ്ലാദേശ് സ്ഥിതി ചെയ്യുന്നത് കൂടെ ഓർത്തു വെക്കുക. മ്യാൻമാർ ബംഗ്ലാദേശും ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷതകൾ മനസ്സിലാക്കാം. ഇതിൽ ഒറ്റയാൻ എന്ന് പറയുന്നത് ഹിമാലയമാണ്. അപ്പൊ ഇന്ത്യൻ ഭൂപ്രകൃതി പ്രധാനമായും 4 തരംതിരിക്കുന്നു. ഏതൊക്കെയാണ്? ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സമതലം എന്ന് പറയപ്പെടുന്നു. ഇനി ഉപതീയ പീഠഭൂമി, പിന്നെ തീരസമതലങ്ങളും ദ്വീപുകളും. ഏതൊക്കെയാണ്? ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം അല്ലെങ്കിൽ ഉത്തര മഹാസമതലം, അതുപോലെ തന്നെ എന്താണ്? ഉപതീയ പീഠഭൂമി, പിന്നെ തീരസമതലങ്ങളും ദ്വീപുകളും എന്ന 4ആയിട്ടാണ് ഇന്ത്യൻ ഭൂപ്രകൃതിയെ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയിൽ തെറ്റായ വിവരം ഏതെന്നാണ്? തെറ്റായ വിവരം ഓപ്ഷൻ സി ആണ്. ശൈത്യകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോടുകൂടിയ ശക്തമായ മഴയാണ് കാൽവൈശാഖി എന്നുള്ളത് തെറ്റാണ്. പിന്നെ എന്താണ് കാൽവൈശാഖി?
അതായത് ഉഷ്ണകാലത്തെ ബംഗാളിൽ ഉണ്ടാകുന്ന ഇടിമിന്നലോടുകൂടിയ കാറ്റും മഴയും അറിയപ്പെടുന്നതാണ് കാൽവൈശാഖി. അപ്പൊ എന്താണ് ഇടിമിന്നലോടുകൂടി ഉണ്ടാകുന്ന കാറ്റും മഴയും അറിയപ്പെടുന്നതാണ് കാൽവൈശാഖി എന്ന് ഓർത്തു വെക്കുക. ഇനി ബംഗാളിലെ ചണം, തേയില, നെല്ല് എന്നീ കൃഷികളെ സഹായിക്കുന്നതാണ് കാൽവൈശാഖി. ഉഷ്ണകാലത്തെ ബംഗാളിൽ ഉണ്ടാകുന്ന ഇടിമിന്നലോടുകൂടിയ കാറ്റുമഴയും അറിയപ്പെടുന്ന കാൽവൈശാഖി അവിടുത്തെ വിളകളായ തേയില, ചണം, നെല്ല് എന്നിവ വിളകളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ് കാൽവൈശാഖി എന്നുകൂടെ ഓർത്തു വെക്കുക. ഇനി കാൽവൈശാഖി എന്നത് കാറ്റാണ്, നമുക്ക് മനസ്സിലായല്ലോ. അപ്പം അതുപോലെ തന്നെ കാൽവൈശാഖി കാറ്റിന്റെ പ്രത്യേകത എന്നറിയപ്പെടുന്ന അലർന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയുമാണ് കാൽവൈശാഖി കാറ്റിന്റെ പ്രത്യേകത കൂടെ ഓർത്തു വെക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് കാലാവസ്ഥ, ഇന്ത്യയുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കുറച്ചു കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വസ്തുത നമുക്ക് വായിച്ചു നോക്കാം. ഉഷ്ണകാലത്ത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് രാജസ്ഥാനിലെ പാമർ എന്ന സ്ഥലത്താണ്. അപ്പൊ ഉഷ്ണകാലത്തെ ഏറ്റവും കൂടുതൽ താപം അനുഭവപ്പെടുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്, പാമർ എന്ന സ്ഥലത്താണെന്ന് കൂടെ ഓർത്തു വെക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണെന്ന് ഓർത്തു വെക്കുക. ഇന്ത്യയുടെ ഏറ്റവും വലിയ മഴക്കാലം അറിയപ്പെടുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണെന്ന്. അപ്പൊ നമുക്ക് ഇന്ത്യയുടെ കാലാവസ്ഥയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ പ്രധാനമായി ഇന്ത്യയിലെ കാലാവസ്ഥ നമുക്ക് നാലായി തരംതിരിക്കാം. ശൈത്യകാലം, ഉഷ്ണകാലം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, വടക്ക് കിഴക്കൻ മൺസൂൺ. അതൊക്കെയാണ് ശൈത്യകാലം, ഉഷ്ണകാലം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, വടക്ക് കിഴക്കൻ മൺസൂൺ. ഇനി ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോഴാണ്? സൂര്യന്റെ ദക്ഷിണായന കാലത്താണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് കാരണം എന്താണ്? സൂര്യന്റെ ദക്ഷിണായന കാലത്താണ് അത് അനുഭവപ്പെടുന്നത്. അത് ഏത് സമയത്താണെന്ന് ചോദിച്ചാൽ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് സൂര്യൻ ദക്ഷിണായന കാലത്താണ് ഈ പറയുന്ന ഇന്ത്യയിലെ ശൈത്യകാലം ആരംഭിക്കുന്നത്. അതുപോലെ ശൈത്യകാലം എന്ന് പറഞ്ഞാൽ ഡിസംബർ മുതൽ ഫെബ്രുവരി മാസമാണെന്ന് ആലോചിച്ച് വയ്ക്കുക. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന മാസം എന്ന് വെച്ചാൽ ജനുവരി ആണെന്ന് കൂടെ ഓർത്തു വയ്ക്കുക. ഇനി ശൈത്യകാലത്തെ മെഡിറ്ററേനിയൻ കടൽ രൂപങ്ങളുടെ പ്രതിഭാസമാണ് പശ്ചിമ അസ്വസ്ഥത. ശൈത്യകാലത്തെ മെഡിറ്ററേനിയൻ കടലിൽ അനുഭവപ്പെടുന്ന പ്രതിഭാസമാണ് പശ്ചിമ അസ്വസ്ഥത. ഈ പശ്ചിമ അസ്വസ്ഥത ഇന്ത്യയിൽ അനുഭവപ്പെടാനുള്ള പ്രധാന കാരണം ട്രോപ്പോസ്ഫിയറിലെ വായുപ്രവാഹമായ ജെറ്റ് സ്ട്രീമുകളാണെന്ന് കൂടെ ഓർത്തു വെക്കുക. അപ്പൊ ജെറ്റ് സ്ട്രീംസ് എന്ന് പറയുന്ന ട്രോപ്പോസ്ഫിയർ വായുപ്രവാഹം കാരണമാണ് ഈ പറയുന്ന പശ്ചിമ അസ്വസ്ഥതകൾ ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത്. എവിടെയാണ് ഇത് രൂപം കൊള്ളുന്നത്? ഈ പ്രതിഭാസം ഏതാണ്? ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിലാണ് പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം രൂപം കൊള്ളുന്നത്. ഇനി അതുപോലെ തന്നെ ശൈത്യകാലത്ത് വിളകൾക്ക്, അതായത് റാബി വിളകൾക്ക് പ്രയോജനമായ മഴ ലഭിക്കുന്ന കാരണമായത് ഈ പറയുന്ന പശ്ചിമ അസ്വസ്ഥതകളാണെന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ അടുത്ത നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉഷ്ണകാലമാണ്. ഉഷ്ണകാലം എന്ന് പറഞ്ഞ കാലഘട്ടം, അത് ഏത് കാലത്താണ്? മാർച്ച് മുതൽ മെയ് വരെ സമയത്താണ് ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്ന പ്രധാന കാരണം സൂര്യന്റെ ഉത്തരായന കാലത്താണ് എന്ത് സംഭവിക്കുന്നത്? ഉഷ്ണകാലം ആരംഭിക്കുന്നത്. അത് മാർച്ച് മുതൽ മെയ് വരെയാണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഏപ്രിൽ മാസത്തിലാണെന്ന് കൂടെ ഓർത്തു വയ്ക്കുക. ഇനി ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ മാംഗോ ഷവർ, ചെറി ബ്ലോസം, നോർവെസ്റ്റർ എന്നിവയാണ്. ഇതൊക്കെ മാംഗോ ഷവർ, ചെറി ബ്ലോസം, നോർവെസ്റ്റർ എന്നിവയാണ് ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ വീശുന്ന പ്രാദേശിക കാറ്റുകളെന്ന് ഓർത്തു വയ്ക്കുക. ഇനി ഇന്ത്യയിലെ ഉഷ്ണകാലത്ത് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വരണ്ട പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാനിലെ ജയ്സാൽമീർ ആണ്. രാജസ്ഥാനിലെ ജയ്സാൽമീർ ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ഏറ്റവും വരണ്ട പ്രദേശം എന്ന് വെച്ചാൽ രാജസ്ഥാനിലെ ജയ്സാൽമീർ ആണെന്ന് ഓർത്തു വയ്ക്കും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതാണ് രാജസ്ഥാനിലെ തന്നെ ബാമർ എന്ന സ്ഥലമാണ് ഉഷ്ണകാലത്ത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശവും ഓർത്തു വയ്ക്കുക. അത് നമ്മൾ ഓപ്ഷനിലുണ്ട്. രാജസ്ഥാനിലെ ബാമർ എന്ന പ്രദേശത്താണ് ഇന്ത്യയിൽ ഉഷ്ണകാലത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. അപ്പൊ ഏറ്റവും വരണ്ട പ്രദേശം എന്ന് ചോദിച്ചാൽ രാജസ്ഥാനിൽ തന്നെ ജയ്സാൽമീർ ആണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് നമുക്ക് പറഞ്ഞു രാജസ്ഥാനിലെ ബാമർ ആണെന്ന് പറഞ്ഞു. അടുത്തത് മനസ്സിലാക്കാൻ എന്താണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ കുറിച്ച് മനസ്സിലാക്കാം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. ആ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണെന്ന് ഓർത്തുക. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്നത്. ഇനി തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അതിന് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴയ്ക്ക് കാരണമാകുന്ന കാറ്റ് ഏതാണെന്ന് വെച്ചാൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റാണെന്ന് കൂടെ ഓർത്തു വെക്കുക. ഇനി അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന, നമ്മൾ പറഞ്ഞു തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണെന്ന്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ മൗസിൻഡ്രാം, മേഘാലയയിലെ മൗസിൻഡ്രാം ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം. ഇന്ത്യയിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ലഡാക്ക്, ലേ ആണ്. ഇനി കേരളത്തിലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അറിയപ്പെടുന്ന പേരെന്താണ്? ഇടവപ്പാതി എന്നാണ് കേരളത്തിലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അറിയപ്പെടുന്നത്. ഇനി തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മറ്റു പേരുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇടവപ്പാതി, കാലവർഷം, തുലാവർഷം,
ഇടവപ്പാതി, കാലവർഷം, വർഷകാലം എന്നിവയൊക്കെ അറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ ആണെന്നും കൂടെ ഓർത്തു വെക്കുക. അപ്പൊ എന്താണ് ഇടവപ്പാതി, കാലവർഷം, വർഷകാലം എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ ആണെന്നും കൂടെ ഓർത്തു വെക്കുക. അടുത്ത മനസ്സിലാക്കാനുള്ളത് എന്താണ് നമ്മുടെ വടക്ക് കിഴക്കൻ മൺസൂൺ. വടക്ക് കിഴക്കൻ മൺസൂണിനെ കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ പ്രദേശം ഏതാണെന്ന് വെച്ചാൽ കിഴക്കൻ തീരസമതലമാണ്. അപ്പം വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് അതിന്റെ ഫാക്ട്സ് മനസ്സിലാക്കി. അപ്പൊ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നിയാൽ തീർച്ചയായും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇത്തരം ക്ലാസ്സുകൾ പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാക്സിമം ഫാക്ട്സ് നിങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പൊ അതിനോടൊപ്പം നിങ്ങളും ഇത് പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പൊ തീർച്ചയായും നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അടുത്ത ക്ലാസ്സിന് വരുന്നതാണ്. ചിൽഡ്രൻസ് ബൈ ഫ്രം മീ. താങ്ക് യു.